ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് ലക്ഷ്മിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇനി ആ പഴയ അനീഷ് ആവുമോ എന്ന് അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പൊ അനീഷ് പറയുന്നത്, എങ്ങനെയാണ് അങ്ങനെ ആ ഒരു പഴയ വേർഷനിലേക്ക് പോകാൻ പറ്റുന്നത്? ഒരിക്കലും പറ്റില്ല. ഞാൻ ഇവിടെ വന്ന് വളരെയേറെ സന്തോഷവാനാണ്. എന്റെ മാറ്റത്തിൽ ഞാൻ വളരെയേറെ സന്തോഷവാനാണ്. അപ്പൊ ഒരിക്കലും ആ രീതിയിലേക്ക്, പഴയ ആ ഒരു മനുഷ്യനിലേക്ക് ഞാൻ തിരിച്ചു പോകില്ല എന്ന് അനീഷ് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഫസ്റ്റ് വീക്കിലൊക്കെ എന്തായിരുന്നു അനീഷിന്റെ ഒരു ഗെയിം, അനീഷിന്റെ പെരുമാറ്റം, കാര്യങ്ങളൊക്കെ നമ്മൾ എന്തുമാത്രം വിമർശിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അവിടുന്ന് അങ്ങ് തുടങ്ങി അനീഷിന്റെ ഗ്രാഫ് മുകളിലേക്ക് പോയി. നമ്മൾ ഓരോരുത്തരും അനീഷിനെ സപ്പോർട്ട് ചെയ്ത്, അനീഷിന്റെ നല്ല വശങ്ങൾ കണ്ട്, അനീഷിന്റെ മൈൻഡ് ഗെയിം കണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തവരാണ്. അപ്പൊ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം ഈ ഷോ കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അനീഷിന് മാത്രമാണ്. ഇപ്പൊ പോലും എപ്പിസോഡില് അവരുടെ ആ ഒരു ഇമോഷൻസിന്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതിലൊക്കെ അനീഷ് കരഞ്ഞത് വളരെ ചുരുക്കമാണ്. ആകെ 1-2 സിറ്റുവേഷൻസിലാണ് അനീഷ് ആ ഹൗസിൽ കരഞ്ഞിട്ടുള്ളത്. അത് ആ ഫാമിലി വരുന്ന ആ ഒരു റൗണ്ടില് മാത്രമാണെന്നാണ് തോന്നുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒറ്റ റൗണ്ടിൽ അനീഷ് കരഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറെ എപ്പോഴേലും 1-2 തവണ കരഞ്ഞിട്ടുണ്ടാവും. അതിൽ കൂടുതൽ ഒരു തവണ പോലും അനീഷ് അവിടെ ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഷാനവാസിനോട് പറഞ്ഞിട്ടുള്ളത് സത്യമാണ്, ഇവിടെ തെളിയുകയാണ്. എന്ന് വെച്ചാൽ ഹൃദയം കല്ലാക്കി എടുത്തൊരു മനുഷ്യനാണ്. ആ രീതിയിൽ ഒറ്റപ്പെട്ട് ജീവിച്ച് ഹൃദയം കല്ലാക്കി എടുത്തൊരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ഇമോഷൻസ് പ്രകടിപ്പിക്കാനോ ഒന്നും പുള്ളിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ഷോയിലേക്ക് വന്ന് ഈ ഒരു റോളർ കോസ്റ്റർ, ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ കടന്നു പോയിട്ട് പോലും ഇമോഷൻസ് ഷെയർ ചെയ്യാനായിട്ട് അനീഷ് പയ്യെ പഠിച്ചു വരുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് ശരിക്കും അത് കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ അനുമോളാണ് ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നത്. കരച്ചിലായിരുന്നു ഈ വീഡിയോയ്ക്കകത്ത് മുഴുവനും. അപ്പൊ പെട്ടെന്ന് ഓർത്ത് ഈ ഒരു കോൺവെർസേഷൻ ആണ് ഇത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നിരിക്കണം. ഞാനത് ലൈവില് കണ്ടിട്ടില്ല കേട്ടോ. ഞാനിത് എപ്പിസോഡിൽ ഇത് വന്നതേ കണ്ടിട്ടുള്ളൂ. പിന്നെ പ്രോമോ വന്നതും കണ്ടിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.